ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ 2024 അപ്പോൾ 2023 എന്തെല്ലാം സംഭവമാണ് ഉണ്ടായിട്ട് എന്നുള്ളത് ചെറിയ ബ്രീഫായിട്ട് പറയാമെന്നുള്ളതാണ്. അപ്പോൾ 2023 കുറിച്ച് കണ്ട് വളരെ സിമ്പിളായിട്ട് എന്തൊക്കെയാണ് നടന്നത് ഒരു വർഷം മുഴുവനായിട്ട് പറയാൻ പോവാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോറി പോലെ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ടൈം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ 2023 ഫസ്റ്റ് ടൈം ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആയ സമയത്ത് നമ്മുടെ ചാനൽ ഏകദേശം നല്ലൊരു ഇതിലെത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മുടെ ചാനൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് ഇട്ട സമയത്ത് ഒന്നുകൂടെ നല്ല എല്ലാ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഒക്കെ നമ്മൾ മലയാളത്തിൽ ഒരുപാട് വീഡിയോസ്, നമ്മുടെ മലയാളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പ്ലേ ബട്ടണൊക്കെ എന്നാ കിട്ടുക എന്നല്ല. അന്നൊക്കെ എൻ്റെ ചാനലിൽ 2000 സബ്സ്ക്രൈബേഴ്സ് കൊടുക്കാം, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അവിടെ കൊടുക്കാം. അന്ന് വെറും 2000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അന്നൊക്കെ എങ്ങനെ കിട്ടുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്ത് ഷോർട്സ് എന്നുള്ള സംഭവം വന്നു. അപ്പോൾ അങ്ങനെ യൂട്യൂബിൻ്റെ ഷോർട്സൊക്കെ നല്ലൊരു വൈറലാണ് സമയമാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ഇതിൽ ഷോർട്സ് ഇട്ട് തുടങ്ങി. അപ്പോൾ ഷോർട്സ് ഇട്ട സമയത്ത് നമ്മുടെ ഏതൊരു ഫ്രൂട്ടി മണ്ണിലടി കുഴിച്ചിരുന്ന വീഡിയോ പെട്ടെന്ന് വൈറലായി. ഏകദേശം 3.5 മില്യൺ 3.5 മില്യൺ 3.5 മില്യൺ 3.5 മില്യൺ വ്യൂസ് വന്നു. അങ്ങനെ നമ്മുടെ ചാനൽ ഏകദേശം വ്യൂസ് വന്നതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് കണക്കൊക്കെ കൂടി. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ അങ്ങനെ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നുണ്ടായിരുന്നത് 2023 അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിലോട്ടൊരു സംഭവം വന്നു. അതാണ് യൂട്യൂബ് പ്ലേ ബട്ടൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക അൺബോക്സിങ് വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറയാം, ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചൊന്നുമില്ല എനിക്കും ഇതേപോലെ ഒരു യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടും, നമ്മുടെ ചാനൽ യൂട്യൂബ് പാസിങ് 100K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് 2023. ഓക്കെ, പിന്നെ വീഡിയോക്ക് ക്വാളിറ്റി ആണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഒരുപാട് സമയം വരാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വീഡിയോസിലൊക്കെ ആയിട്ട് സെറ്റാക്കാം. സെറ്റാവും. ഓക്കെ, നമ്മൾ പ്ലേ ബട്ടൺ പറഞ്ഞ പോലെ തന്നെ അന്ന് നമ്മൾ തിങ്ക് ചെയ്യുകയാണ് പ്ലേ ബട്ടൺ ഇതേപോലെ നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും വരുമോ എന്നുള്ളത് കേട്ടോ. അതേപോലെ വീഡിയോക്ക് ക്വാളിറ്റി ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും. അപ്പോൾ എന്തായാലും അത്ര പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു 2023 നമുക്ക് യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടി. പിന്നെ അതിന് മുന്നേ മറ്റൊരു സംഭവം കേട്ടോ, നമുക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ചെറിയ ഇതിൽ കൂടി വരുന്ന സമയത്ത് മറ്റൊരു സംഭവം ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് മറ്റൊരു സംഭവം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമുക്ക് അന്നിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ചെയ്ത് തന്നാ കേട്ടോ. ഇതിൽ എഴുതിയുള്ളതെന്ന് വെച്ചാൽ യൂട്യൂബ് 12,000 സബ്സ്ക്രൈബേഴ്സ് 12K സബ്സ്ക്രൈബേഴ്സ് അന്ന് 12,000 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ജസ്റ്റ് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇത് അവനെ സ്വന്തമായിട്ട് കൈകൊണ്ട് സെറ്റപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു 2023 പ്ലേ ബട്ടൺ കിട്ടി. ഓക്കെ, ഫസ്റ്റ് അതായിരുന്നു. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണായി ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്താണ് എന്തെങ്കിലും സംഭവം വിളിച്ചു പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു എന്താ പറയുക, കുറച്ച് ആൾക്കാരെ മുന്നിൽ നിന്നാണ്ട് ഒരു മൈക്ക് പിടിച്ച് ഓപ്പണായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇത് പേടിയായിരുന്നു കേട്ടോ. അതായത് സ്റ്റേജിലൊക്കെ കയറിയാണ്, സ്റ്റേജ് ഫിയർ നല്ല ഇതിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ സമയത്തൊക്കെ ഒരാളെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി പറയാനൊക്കെ നമുക്ക് നല്ല ഇതുണ്ടാവും, നമുക്ക് എന്ത് പറയാം, ടെക്നോളജിയെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഈ സ്റ്റേജിൽ കയറാൻ ഭയങ്കര ഇത് പേടിയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്താ പറയുക, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഞാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ അടിയിൽ കൂടിയാണ്ട് ഈ സംസാരിക്കാനുള്ളൊരു ഇത് കിട്ടിയിരുന്നുണ്ടോ. അതായത് ഓപ്പണായിട്ട് മറ്റുള്ള എന്താ പറയുക ക്ലാസ് എടുക്കാനും മറ്റുള്ള കാര്യങ്ങളായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മുന്നായിട്ട് 2023 സിൽമണി കറലി മഞ്ചേരി ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സിൽമണി എന്നുള്ളത്. അപ്പോൾ അവരുടെ സ്ഥാപനം വെച്ചിട്ടാണ് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. വേണമെങ്കിൽ ഫോട്ടോസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ എനിക്ക് എന്താ പറയുക സ്റ്റേജിൽ കയറി അടിപൊളിയായിട്ട് പ്രസംഗിക്കല്ല സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന്, അതായത് ഏകദേശം എൻ്റെ 10th സ്റ്റാൻഡേർഡൊക്കെ പഠിച്ചിരുന്ന സ്കൂളുണ്ട്, 10th ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്ന സ്കൂളുണ്ടായിരുന്നു. അവിടെ എന്താ പറയുക ഒരു ടെക്നോളജി ആയിട്ട് ഒരു ക്ലാസ് എടുക്കാനൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ കിട്ടിയിട്ടു. അപ്പോൾ അങ്ങനെ സംസാരിക്കുക, അതായത് സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള പേടി മുഴുവനായിട്ട് മാറി 2023. അതാണ് മറ്റൊരു പോയിന്റ്. അപ്പോൾ രണ്ട് സംഭവം പറഞ്ഞ് യൂട്യൂബ് പ്ലേ ബട്ടണും യൂട്യൂബ് നമ്മളിങ്ങനെ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള സംഭവം നമ്മുടെ കയ്യിൽ കിട്ടി. അതേപോലെ രണ്ടാമത്തെ കാര്യം ഭയങ്കരധികം പേടിയായിരുന്നു. എന്താ പറയുക, സ്റ്റേജിലൊക്കെ കയറിയിട്ട് സംസാരിക്കാൻ ഭയങ്കരധികം പേടിയായിരുന്നു. അപ്പോൾ അതും അവളൊപ്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് എടുക്കാനും ഭയങ്കരധികം ഇതാണ്, ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു 2023 രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കോഡിങ് ആയിരുന്നു. കോഡിങ് ഞാൻ സെൽഫ് ലേണിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറച്ച് യൂട്യൂബ് ചാനൽ കേസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പ്രോട്ടോടൈപ്പ് ഉള്ള കോഡിങ്ങൊക്കെ മലയാളത്തിൽ തന്നെ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചാനലൊക്കെ ഞാൻ മെയിൻലി ഒന്നുകൂടെ നല്ല ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് 2023 അപ്പോൾ അങ്ങനെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എല്ലാവരും ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ആണെന്നുണ്ടെങ്കിൽ HTML CSS JavaScript പോലൊക്കെ ഒരു ഡെപ്തിൽ പഠിക്കാണ്ട് പറ്റി. അപ്പോൾ
അപ്പോൾ അങ്ങനെ പഠിക്കാനുപരിയായിട്ട് നമുക്കൊരു ഫ്രീലാൻസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ അതായത് മറ്റൊരു ക്ലിനിക്കിന് വേണ്ടിയാണ് ചെയ്തിട്ടുണ്ട്. ഫ്രീവിൽ എന്നാണ് പേര്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നമ്മൾ ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെ. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ടീമായിട്ട് ഞാനൊരു ടീമൊക്കെ ഡെവലപ്പ് ചെയ്ത് കണ്ട് നമുക്ക് ആ ഒരു ടീമിനെ കൊണ്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് പറ്റി. അങ്ങനെ ചെയ്ത് നമ്മളുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെ 3 കാര്യമായിട്ടോ. യൂട്യൂബ് പ്ലേവട്ടം കിട്ടി, പിന്നെ അതേപോലെ കോഡിംഗ് ഒന്നും അടിപൊളിയായിട്ട് പഠിക്കാണ്ട് പറ്റി. പിന്നെന്താ അതാണ് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെ മൂന്നാമത്തെ മറ്റൊരു ഇതെന്താണെന്ന് വെച്ചാൽ, ഓക്കെ അപ്പോൾ ഇതാണ് 3 സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയ രീതിയിൽ പറഞ്ഞത് കേട്ടോ. പിന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറിയ രീതിയിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആമസോൺ അസോസിയേറ്റിൻ്റെ ഇതായിട്ട് ഭാഗമായിട്ട് മറ്റുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ ഉദാഹരണം സെല്ല് ചെയ്യുക. അപ്പോൾ ഞാനൊരു KL ഫിസ് എന്നുള്ളൊരു അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ വന്നുകൊണ്ട് അപ്പോൾ ഗൈസ് ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഉപകാരപ്പെടും, ഇത് നിങ്ങൾക്ക് അവിടെ ഉപകാരപ്പെടും, രാത്രി പോകുമ്പോൾ എന്താ പറയുക, അങ്ങനെ ഓരോന്നായിട്ട് സ്റ്റോറി പോലെയൊക്കെ ഞാൻ ഉണ്ടായിക്കാണ് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തു. KL ഫിസ് എന്നായിരുന്നു പേര്. ഐ മീൻ അതായത് ഇത്തരത്തിൽ പ്രൊഡക്റ്റ് ഇങ്ങനെ സെല്ല് ചെയ്യും. ഞാൻ ഒന്നാണ്ട് റിവ്യൂ പറയാം, അത്രേ ഉള്ളൂ. ഇത് അടിപൊളിയാണ്, ഇത് സൂപ്പറാണ്, അങ്ങനെ നിങ്ങൾ ഓരോ വീഡിയോസൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് എൻ്റെ ബയോയിൽ ഇതൊക്കെ വാങ്ങാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആമസോൺ അസോസിയേറ്റ് എന്ന് പറയുന്നത്, അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഏകദേശം ഒരു മാസത്തിൽ ഏകദേശം 23 ദിവസം ആയപ്പോൾ എൻ്റെ അക്കൗണ്ട് റീച്ച് കൂടി. ഏകദേശം ഒരു 52 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ട് ഏകദേശം 2000 മുകളിൽ ഫോളോവേഴ്സിലോട്ട് വന്നിട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, അതിന് വേറെ റീസൺ ഉണ്ട്. റീസണൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ഒരു ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമ്മൾ മറക്കുന്നല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന സംഭവം പെട്ടെന്ന് ഒരാഴ്ച 2 ആഴ്ച നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള ഇത് വരില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് നിർത്തി. പിന്നെ എപ്പോഴൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ സംഭവം പറഞ്ഞതെന്ന് വെച്ചാൽ, അന്ന് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഏകദേശം 22 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക. ഐ മീൻ അതിൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു കേട്ടോ. ഓരോ ദിവസം ഇങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചെന്നാൽ ഒരു ദിവസത്തിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം, അതായത് ഈ ദിവസത്തിൽ ഇത്ര വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ ഒരു ദിവസത്തിൽ ഒരു വീഡിയോ എന്നുള്ളതിൽ എല്ലാ ദിവസവും ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നു. അങ്ങനെ ചെയ്ത സമയത്ത് ഏകദേശം 23 ദിവസം ആയപ്പോഴത്തേന് എൻ്റെ അക്കൗണ്ട് റീച്ച് കൂടി. ഏകദേശം 2000 ഫോളോവേഴ്സ് വന്നു. ഒരു വീഡിയോ കയറി അങ്ങോട്ട് കത്തി. സംഭവം എന്ന് വെച്ചാൽ അതിലെന്തോ ഒരു ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ വീഡിയോ കേട്ടോ. ആ സ്പ്രേ പെയിൻറ്റിൻ്റെ വീഡിയോ ഏകദേശം ഒരു 5 ലക്ഷം വ്യൂവേഴ്സൊക്കെ വന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഒരുപാട് പേര് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ലിങ്കൊക്കെ ബയോയിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിലൊരു കമ്മീഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ 2003 അങ്ങനെ ഒരു ചെറിയ സംഭവം ഇതിനായിട്ട് നടന്നിട്ടുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തു. ഏകദേശം ചെറിയൊരു വലിയ പൈസ ഒന്നുമില്ല. ഐ മീൻ അതായത് ഏകദേശം ഒരു 1500 അതിലേക്കായിട്ട് ഏകദേശം 22 ദിവസം വർക്ക് ചെയ്തുകൊണ്ട് കിട്ടിയിട്ടോ. അത് കിട്ടണം എന്നല്ല, ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ചെറിയ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കണ്ടൻറ്റ് ഇപ്പോൾ നമ്മളിങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജി. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടന്റ് മുഴുവനായിട്ട് മാറ്റിയൊന്നുമില്ല. അതായത് ടെക്നോളജി ഫുള്ള് വിട്ടുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസോ അങ്ങനെ ഫുള്ളായിട്ട് ചെയ്യാമെന്നല്ല. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ പറഞ്ഞല്ലോ കോഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ കോഡിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പല സംഭവം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ കിട്ടുകയാണ് സോഫ്റ്റ്വെയറിലോട്ട് വന്നിട്ട് പറയാൻ പറ്റും. നമ്മുടെ പല സംഭവം ഇങ്ങനെ സോൾഡർ ചെയ്യുക, പിന്നെ അതേപോലെ വേറെ കണക്ഷൻ ചെയ്യുന്ന ഇവരായിട്ട് കോഡിങ്ങിലോട്ട് ഇറങ്ങുന്നുണ്ട്. അവിടെ ഒന്നുകൂടെ ഡെപ്റ്റ് ചെയ്ത് ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. മെയിൻ ഐഡിയ എന്നാണ് പേര്. ഞാൻ ഡെവലപ്പ് ചെയ്തുള്ള വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു വെബ്സൈറ്റ് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയില്ല, ഡിസൈനൊന്നും ഓക്കെ അല്ല. എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. മെയിൻ ഐഡിയ എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഞാൻ ഈ 2023 കുറച്ചൊക്കെ ആയപ്പോൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയതാണ്. ശരിയാണ്, ഈ 2023 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് ആട്ടോ. ജസ്റ്റ് ഒന്നുമില്ല, എന്താ വെച്ചാൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് നമുക്ക് ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസ്, നിങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങളൊരു ഐഡിയ കിട്ടും, നിങ്ങൾക്കൊരു ഒന്നിനെ കുറിച്ചൊരു ഒപ്പീനിയൻ പറയണം. അതായത് ഈ മൊബൈൽ ഫോൺ അത്ര പോരാ മീൻസ് അതായത് ഇത് അത്ര കൊള്ളില്ല, തീരെ അടിപൊളിയല്ല എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് പറയണം. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്താണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, സൈനപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഒക്കെ പറ്റും. അതൊക്കെ നമ്മൾ കോഡ് ചെയ്ത് കണ്ട് ബാക്ക് ആൻഡ് കോഡും ഫ്രണ്ട് ആൻഡ് കോഡൊക്കെ സെറ്റപ്പ് ചെയ്ത് കണ്ട് ഒരു വെബ് ആപ്പ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തില്ല, എന്നാലും അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല സംഭവം നമുക്ക് ഈ 2024 ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ പറഞ്ഞുതരാം അങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതായിരുന്നു മറ്റിപ്പോൾ എവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി എന്തായിരുന്നു അത്, എവിടെ നിന്നാ നമ്മൾ പോകുന്നടോ? കോഡിങ് ആണോ? കോഡിങ് അല്ല,
ഒരു നോട്ടൊക്കെ ഒരു എഴുതുക. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തു വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നമുക്ക് ചെറിയൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതായിരുന്നു മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഒരുപാട് സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനുള്ളത് ഉള്ളതുപോലെ പറയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ഈ രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. എനിക്കറിയില്ല, എന്തായാലും നമ്മൾ ആ ഒരു കണ്ടൻറ്റിലുള്ള എന്താ പറയുക, ആ ഒരു ടൈപ്പ് വീഡിയോസിനും എല്ലാവരും ചെയ്യാതെ സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുള്ള ഒരു വർഷമാണ് 2023 പറഞ്ഞാൽ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇമാൻ ഖാദിയുടെ വീഡിയോ, പിന്നെ അതുപോലെ ഇഷാൻ ശർമ്മ, അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു. അവർ കണ്ട സമയത്താണ് എനിക്ക് ഈ ഫ്രീലാൻസ് വർക്കിനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലായത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയതൊക്കെ ട്രൈ ചെയ്ത് അപ്പോൾ അങ്ങനെ കിട്ടിയായിരുന്നു ആ ഫ്രീലാൻസ് വർക്കൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസ് കണ്ടായിരുന്നു. അതൊക്കെ തന്നെ ആയിരുന്നു മെയിൻലി നമ്മൾ 2023 ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേസിക്കലി അതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോസിൻ്റെ കണ്ടൻറ്റൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടൻറ്റ് മെയിൻലി മാറ്റാൻ കാരണം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കൂടുതലായിട്ട് കണ്ട വീഡിയോസും അതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നം എന്താ ഓപ്പണായിട്ട് പറയുന്നില്ല. ആ പ്രോബ്ലം എന്തായാലും 2024 കൂടി ഇപ്പോൾ നമ്മൾ ഓവറോൾ കവർ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വീഡിയോക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അന്ന് പ്ലേ ബട്ടൺ തിങ്ക് ചെയ്ത പോലെ ഈ സംഭവം ആർക്കൊക്കെയോ അങ്ങ് അമേരിക്കയിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സംഭവമാണെന്ന് നമ്മൾ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഫസ്റ്റ് ടൈം പ്ലേ ബട്ടൺ വാങ്ങിയത് ഞാനാണ്. ഒരു +2കാരൻ പ്ലേ ബട്ടൺ വാങ്ങിയിരിക്കുന്നു ഗൈസ്. കാരണം ഞാൻ +2 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. +2 കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നു. പിന്നെന്താ, നമ്മൾ എന്തായാലും വീഡിയോക്ക് ക്വാളിറ്റിക്ക് ഇമ്പ്രൂവ് ചെയ്യും, സെറ്റാവും. അപ്പോൾ ഒറ്റയടിക്ക് ഞാൻ പറയുന്നില്ല നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ അതെല്ലാം സെറ്റ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഓരോന്നായിട്ട് വല്ല പതുക്കെ വരുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര അധികം മടിയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് ഇനി വീഡിയോസ് അടിപൊളിയായിട്ട് ചെയ്യാം. ഇപ്പോൾ ആ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് വീഡിയോ ആണ് ഇപ്പോൾ ഇത്, പഴയ പോലെ നല്ലല്ലോ, എന്തെങ്കിലും മാറ്റമൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഇമ്പ്രൂവ് ആവും, കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്നാൽ നമുക്കറിയില്ല. എന്തായാലും 2024 ആകുമ്പോഴത്തേന് 24 കഴിയുമ്പോഴത്തേന് 25 ആകുമ്പോഴത്തേന് എന്തായാലും അടിപൊളി ക്യാമറ. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ കയ്യിലുള്ള ഒരു ലാപ്ടോപ്പ് ഉണ്ട്, കോഡിങ് ഇതിലാണ് ചെയ്യണത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ എന്തായാലും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്, പിന്നെ ബിസിനസ്സിനെ കുറിച്ചാണ് ഒരുപാട് കാര്യം പഠിക്കാണ്ട് പറ്റി. 2023 മറ്റൊരു കാര്യമായിരുന്നു, പഠിക്കാനായിട്ട് പറ്റി. നമ്മൾ അങ്ങനെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മുടെ കാലിഫിസ് എന്നുള്ള കേട്ടോ, നമ്മുടെ ആമസോൺ അസോസിയേറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളതിന് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. മെയിൻലി ഒരു ബിസിനസ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഓൺലൈൻ ഇതായിട്ട് തുടങ്ങിയതായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയത് തുടങ്ങി, അങ്ങനെ ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്ലിക്ക് ബാങ്ക് പോലുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഒന്നുകൂടെ വൈഡായിട്ട് നല്ല കമ്മീഷൻസ് ഇങ്ങനെ കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അതിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത് പറയാണ്ടായിരുന്നേ. 2024 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ എത്ര 4-ാം തീയതി 4-ാം തീയതിയാണ് ആയിട്ടുള്ളത്. ജനുവരി 4. അപ്പോൾ എന്തായാലും ഇനി 2024 കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി 2024 കഴിയുമ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒന്നും എടുത്തുകൊണ്ട് അന്ന് നമ്മൾ പറഞ്ഞുള്ള വീഡിയോക്ക് ക്വാളിറ്റി ഇല്ല എന്നുള്ളതും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി അന്ന് ചിലപ്പോൾ അടിപൊളിയായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, വീഡിയോസ് ചെയ്യാൻ ഭയങ്കര അധികം മടിയാണ്. ഇന്ന് ചെയ്യണം, പിന്നെ കണ്ടന്റ് ഇല്ല. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ളൊരിതാണ്. അതാദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്നൊരു കണ്ടന്റ് മാറ്റിയപ്പോൾ എനിക്കും ഒരു വീഡിയോ ചെയ്യാനൊക്കെ ഒരു മടിയും കാണണം കേട്ടോ. സത്യം ഉള്ളതുപോലെ പറയാം. അപ്പോൾ അങ്ങനെ ചെറിയൊരു മടിയും കാണാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, വീഡിയോ ചെയ്താലേ ഇപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇതിലോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചാനൽ പെട്ടെന്നൊരു കുഴിയിലോട്ട് ചാടിയിട്ടുണ്ടെന്ന് പറയാം. തീരെ വ്യൂസ് ഇല്ല. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു വീഡിയോക്ക് പോലും 1K വ്യൂസിൻ്റെ അടുത്ത് പോലും വരുന്നില്ല. അപ്പോൾ അതൊക്കെ സെറ്റ് ആക്കണം. അപ്പോൾ എന്തായാലും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് സെറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയുള്ള ഓരോ ദിവസത്തിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് പ്ലാനുള്ളത് കേട്ടോ. അപ്പോൾ പ്ലാൻ ഉണ്ടെന്ന് ഇവരായിട്ട് ഇനി വീഡിയോസ് വരുമോ എന്നുള്ളത് നിങ്ങളിങ്ങനെ നോക്കിക്കേണ്ടി വരും. കാരണം പിന്നെ പറഞ്ഞ പോലെ തന്നെ രാത്രിയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. പിന്നെ അതേപോലെ ചില സമയത്തൊക്കെ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം സമയമാണ്. പിന്നെ പുറത്ത് നിന്നാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യൽ കുറവാണ്. അപ്പോൾ എന്തായാലും ഓരോ ദിവസത്തിൽ രാത്രിയൊക്കെ ആയിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമുണ്ട്. എന്തായാലും സെറ്റാകും. ഓരോ ദിവസത്തിലും ഓരോ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. എന്തായാലും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതിനോട് താല്പര്യം ഉണ്ടെന്ന് നമുക്ക് വീഡിയോസ് മുഴുവനായിട്ട് കാണാം. പിന്നെ അതേപോലെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും കമൻറ്റായിട്ട് ഇടുക.
പിന്നെന്താ മറ്റേ ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ആർഡിനോ പോലുള്ള മറ്റ് പ്രോഗ്രാമിംഗ് സംഭവങ്ങളൊക്കെ ഒരു കോഴ്സ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളോട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും ഇനി 2024 നമ്മൾ സെറ്റാക്കും. അപ്പോൾ 2024 കുറച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ വീഡിയോയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് സംഭവം നോക്കുന്നുണ്ട്. അതായത് ക്യാമറ, പിന്നെ അതേപോലെ വലിയ ഏണിങ്സിൻ്റെ കുറവാണ്. നമ്മളെന്തായാലും സെറ്റാക്കും. അപ്പോൾ അതാണ് ഇത്ര പറയാണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ നമ്മൾ വീണ്ടും കാണാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അപ്പോൾ ഇതായിരുന്നു 2023 സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് നല്ല കാര്യങ്ങൾ മാത്രമൊന്നുമല്ല, ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബാഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും 24 സെറ്റാക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ദിവസത്തിൽ പറയാണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി 2023 24 ജസ്റ്റ് കമ്പയർ ചെയ്താണ് വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു 2023 ഫീൽ ആയിരുന്നുണ്ടായിരുന്നുള്ളത് ജസ്റ്റ് കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ എന്തായാലും ഇതുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാനായിരിക്കും. ഗുഡ് ബൈ.